ഈ വീഡിയോ ഒന്ന് കേൾക്കട്ടോ. പാട്ടല്ലോ മജ്‌ലിസിനോട് 4 വരി ദാഹമൗതരി കൂട്ടിടും ഇബ്ലീസ് കൂതിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവ വദിങ്ങളാത്തുന റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എല്ലാ ബലാലും മാഫത്തും നെടങ്ങേറും മുസീബത്തും വദിങ്ങളെ ബറകത്തിനായ കാക്കണം യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു വസല്ലമ റബ്ബുനാ അലാ റസൂലിൽ നബിയിന മുഹമ്മദിൻ നബിയിന വകുല്ല യാ റബ്ബന. ഇതാണ് മോഹനേട്ടൻ. കാഞ്ഞിരം എന്ന് പറയുന്ന സ്ഥലത്ത് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ നടത്തിയ പരിപാടിയിൽ ആ നാട്ടുകാരനായ മോഹനേട്ടനാണ് ആ മനോഹരമായ ജവാബുകൾ ചൊല്ലിയത്. നമുക്കൊക്കെ അറിയാം ആ ജവാബ് മജ്‌ലിസുന്നൂർ എന്ന കേരളീയ സമൂഹം ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഇജാസിയത്തോടുകൂടി കേരളത്തിന്റെയും ഇന്ത്യക്കകത്തും പുറത്തും പല രാജ്യങ്ങളിലുമായി നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ മജ്‌ലിസുന്നൂർ. അത് പാരമ്പര്യമായി നമ്മുടെ മുൻഗാമികൾ കാണിച്ചെന്ന ആത്മീയ വഴിയാണ്. പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുൻകാലങ്ങളിലുള്ള സൂഫി പാരമ്പര്യത്തിലൂടെ നമ്മുടെ നാടുകളിലൊക്കെ പകർച്ചവ്യാധികളും അപകടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആത്മീയ ജ്ഞാനമുള്ള പണ്ഡിതന്മാരും മഹത്തുക്കളും നടപ്പിലാക്കി പോന്നിരുന്ന അത്തരം സമ്പ്രദായത്തിന്റെ പിന്തുടർച്ചയാണ് മജ്‌ലിസുന്നൂർ. ആ മജ്‌ലിസുന്നൂർ എത്രത്തോളം പൊതുസമൂഹത്തിനെ സ്വാധീനിച്ചു എന്നതിന്റെ വളരെ മനോഹരമായ ഒരു നേർ ചിത്രമാണ് ഈ കാണുന്നത്. നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട പ്രിയപ്പെട്ട സഹോദരൻ അത് ചൊല്ലുമ്പോൾ വളരെ മനോഹരമായി അദ്ദേഹം അത് പാടുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം മജ്‌ലിസുകൾ നമ്മുടെ നാടുകളിൽ ഏതൊരു മനുഷ്യർക്കും സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ തുറക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം ആത്മീയ മജ്‌ലിസുകൾ നമ്മുടെ നാടുകളിൽ സജീവമാക്കണം. മജ്‌ലിസുന്നൂർ ചരിത്രത്തിന്റെ ഭാഗമാണ്. നമുക്കറിയാം, ഒരുപാട് അത്ഭുതങ്ങൾ അതിലൂടെ നേടിയെടുക്കാൻ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആറ്റപ്പൂ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഏതായിരുന്നാലും അദ്ദേഹം അവിടെ പരിപാടി, മോഹനേട്ടൻ പരിപാടി അവതരിപ്പിച്ചപ്പോൾ അവിടുത്തെ സംഘാടകർ അദ്ദേഹത്തിന് മനോഹരമായ ഒരു സമ്മാനവും കൂടി നൽകുന്നുണ്ട്. അരിച്ചാക്ക് അദ്ദേഹത്തിന് സമ്മാനമായി നൽകുന്നു. അതും കൂടി ഒന്ന് കാണാം. ഏതായാലും ആ മഹല്ല് നേതൃത്വത്തിനും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ വലിയ നന്ദി അറിയിക്കുകയാണ്. ഇത്തരം നന്മയാണ് നമ്മുടെ സമൂഹത്തിലെ സൗഹാർദ്ദങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന, സ്നേഹബന്ധങ്ങളെ നിലനിർത്തുന്ന ഐക്യത്തിന്റെ ഇത്തരം സമീപനങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ വളർത്തിക്കൊണ്ടുവരണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.